നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ നമ്മുടെ എല്ലാവരുടെയും ഉമ്മമാരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കണേ, ഉമ്മ എന്നതിനേക്കാൾ വലിയ ഒരു ആദരവ് വേറെ ഏതാണ് ലോകത്തുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ പുരുഷന്മാരെ, നിങ്ങളുടെ സ്വർഗം ഉമ്മമാരുടെ കാൽ കീഴിലാണ്. സ്ത്രീക്ക് നൽകിയ ഒരു പദവിയാണ്, ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗം. ഉമ്മ സ്ത്രീയല്ലേ? സ്ത്രീക്ക് ആദരവ് കൊടുക്കാത്ത ഒരു ജനത ഇങ്ങനെ പ്രഖ്യാപിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, എനിക്ക് ഏറ്റവും കൂടുതൽ കടപ്പാട് ആരോടാണ്? ഉമ്മയോടാണ്. 3 പ്രാവശ്യവും ആവർത്തിച്ചു പറഞ്ഞു, ഉമ്മയോടാണ്. 4-മതാണ് വാപ്പാന്റെ കാര്യം പറഞ്ഞത്. നാലാമതാണ് വാപ്പാന്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഉമ്മയുടെ കാൽ കീഴിലാണ് സ്വർഗമെന്ന് പറഞ്ഞ് ഒരു പെണ്ണിന് പദവി നൽകിയ ഇതിലേറെ വലിയൊരു ദർശനം എവിടെയാണ്? ആ ദർശനം കേവലം ഒരു വാക്കല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ തങ്ങൾക്ക് 6 വയസ്സുള്ളപ്പോൾ വഫാത്തായതാണ്. 60 വയസ്സ് കഴിഞ്ഞപ്പോൾ അബവായിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നുപോയി. ഉമ്മാന്റെ ഖബറിന്റെ അടുക്കൽ ചെന്ന് നിന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല്ലയോ നബിയേ, അവിടുന്ന് കരയുന്നത് എന്തിനാണ്? ഇതെന്റെ ഉമ്മയാണ്. അന ദഅവത്തു ഇബ്രാഹീം വബിശാറത്തു ഈസാ വറുയാ ഉമ്മീ. ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്താണ്? അന ദഅവത്തു ഇബ്രാഹീം, ഞാൻ ഇബ്രാഹിം നബിയുടെ ദുആഇന്റെ ഫലമാണ്. വബിശാറത്തു ഈസാ, ഈസാ നബി അലൈഹിസ്സലാം മുന്നറിയിപ്പ് നൽകിയതാണ്. ഇനിയും പലതും പറവാനുണ്ട്, പക്ഷേ വഹിപ്പാനൊക്കത്തില്ല. കാര്യസ്ഥൻ വരും, എല്ലാം വിശദീകരിച്ചു തരുമെന്ന് ഈസാ അലൈഹിസ്സലാം പറഞ്ഞതിന്റെ ബാക്കി ഇന്നും ബൈബിളിൽ ഉണ്ട്. അങ്ങനെ മുന്നറിയിപ്പ് നൽകപ്പെട്ട സുവിശേഷമാണ് വറുഇയാ ഉമ്മീ, എന്റെ ഉമ്മയുടെ സ്വപ്നത്തിന്റെ പുലർച്ചയാണ് ഞാൻ. 6 വയസ്സിൽ വഫാത്തായ ഉമ്മാനെ 60 വയസ്സ് കഴിഞ്ഞപ്പോ ഖബറിന്റെ അടുക്കൽ പോയി നിന്ന് സ്നേഹത്തോടെ പൊട്ടിക്കരഞ്ഞ് കാണിച്ചു തന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞു, അതാ മഹാനായ ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനി അന്നബിയു വവാലിദാഹുൽ കരീമാനി എന്ന കിതാബിൽ എഴുതുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 6 വയസ്സുള്ളപ്പോൾ അബവായിൽ വെച്ച് ഉമ്മ വഫാത്താകാൻ എടുത്തപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, ഇൻ സഹ മാ അബ്സർതു ഫിൽ മനാമി ഫഅൻത മബ്ഊസുൻ ഇലൽ ആനാമി. ഞാൻ കണ്ട സ്വപ്നം സത്യമാണെങ്കിൽ മോൻ ലോകത്തേക്കുള്ള പ്രവാചകനാണ്. അതാണ് എന്റെ ഉമ്മയുടെ സ്വപ്നമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ ഉമ്മാനെ ഓർത്ത് കരയുകയാണ്. ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ നിന്നൊരു ജനാസ ജന്നത്തുൽ ബഖീഇലേക്ക് കൊണ്ടുവന്നു. ആ ജനാസ കൊണ്ടുവന്ന് വെച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ദുഃഖം കൊണ്ട് അതാ നിറഞ്ഞിട്ടുണ്ട്, കണ്ണുനീരൊലിക്കുന്നുണ്ട്. ഖബർ ഒഴിച്ചപ്പോൾ ആ ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി. ആ ഖബറിൽ ആദ്യം ഒന്ന് കിടന്നു.
എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരങ്ങൾ കൊണ്ട് ആ ഖബറിന്റെ ഉള്ളിലെ ചെറിയ കുഴിയൊക്കെ റെഡിയാക്കി ആ തിരുകരങ്ങൾ കൊണ്ട്. എന്നിട്ട് അവിടുത്തെ ഖമീസൂരി ആ ജനാസയെ അണിയിച്ചു കൊടുത്തു. എന്നിട്ട് ആ ജനാസ ഖബറിൽ വെച്ച് ഏറെ നേരം അവിടെ ഇരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, സാധാരണഗതിയിൽ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ, ഇന്ന് വളരെ പ്രത്യേകതയോടെയാണല്ലോ ഈ ജനാസ മറമാടിയത്, ആരുടെ ജനാസയാണിത്? ഉടനെ അവിടുന്ന് പറഞ്ഞു, വഹിയ ഉമ്മീ ബഅദ ഉമ്മീ, അതെന്റെ പെറ്റുമ്മയ്ക്ക് ശേഷമുള്ള പോറ്റുമ്മയാണത്. അഥവാ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ്. ഫാത്തിമത്ത് ബിൻത് അസദ് റളിയല്ലാഹു അൻഹയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ വഫാത്തായതിൽ പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിപാലിച്ചത് അബൂ ത്വാലിബിന്റെ ഭാര്യ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയായ ഫാത്തിമത്ത് ബിൻത് അസദ് എന്ന മഹദിയാണ്. ആ മഹദിയുടെ ജനാസയാണ് ഖബറിൽ കൊണ്ടുവച്ചത്. അതുകൊണ്ടാണ് ഒരു ഉമ്മയോടുള്ള കടപ്പാടെന്ന നിലക്ക് ഞാൻ ഖബറിന്റെ ഉള്ളിൽ ഇറങ്ങി എന്റെ ഉമ്മാനെ ഖബർ ഞെരുക്കാൻ പാടില്ല. എന്റെ ഉമ്മയ്ക്ക്, അഥവാ എന്റെ പേര് പോറ്റുമ്മയാണിത്, ഈ പോറ്റുമ്മയ്ക്ക് ഞാൻ എന്റെ ഖമീസ് അണിയിച്ചു കൊടുത്തു. കാരണം നരകം തീ വരാൻ പാടില്ലെന്ന് മാത്രമല്ല, സ്വർഗീയ പുടവകൾ അണിയിക്കപ്പെടാൻ. ഉമ്മയെ യാത്രയാക്കിയതിന്റെ മനോഹരമായ രംഗമാണ്. സ്ത്രീകളെ ആദരിക്കണമെന്ന് പറഞ്ഞാൽ പോരാ, ആദരിച്ച് കാണിച്ചു തന്ന നേതാവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുലയൂട്ടിയ ഉമ്മയുടെ പേരാണ് ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായിട്ട് വലിയ പവറിൽ കഴിയുന്ന കാലം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധനം നടത്തി സ്വഹാബികൾ സേവനം ചെയ്യുന്ന കാലം. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗ്രാമീണയായ ഒരു വയസ്സത്തി കടന്നു വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോയി സ്വീകരിച്ചു, മേൽമുണ്ടെടുത്ത് വിരിച്ചു കൊടുത്തു, കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു, അടുത്തിരുത്തി അടക്കം പറഞ്ഞു, എല്ലാം ചോദിച്ചു. സ്വഹാബത്തിന് ആശ്ചര്യം, ഇതാരാണിത്, ഇതാരാണിത്? അപ്പോൾ പറഞ്ഞു, അതെന്റെ ഉമ്മയാണ്, പോറ്റുമ്മയാണ്, മുലയൂട്ടിയ ഉമ്മയാണ്. കൂലിക്ക് മുലയൂട്ടിയതാണെങ്കിലും മുലയൂട്ടിയ ഉമ്മ അത് ഉമ്മയാണ്. എങ്ങനെയാണ് ആ ഉമ്മയെ ആദരിക്കേണ്ടതെന്ന് പ്രായോഗികമായി പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇനി പെങ്ങളെ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത്? ഒരിക്കൽ യുദ്ധത്തടവുകാരെ പിടിച്ചപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു സ്ത്രീ പറഞ്ഞു, അല്ലയോ മുസ്ലിം പോരാളികളെ, പടയാളികളെ, നിങ്ങളുടെ നേതാവിന്റെ കഥ എന്റെ അരക്കെട്ടിനോട് ചോദിച്ചാൽ പറയും. നേതാവിനോടൊന്ന് പോയി ചോദിക്ക്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറ, ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ പറയുന്നുണ്ട് തങ്ങളെക്കുറിച്ച് കഥ പറയാൻ, എന്റെ അരക്കെട്ടിന് കഥ പറയാനുണ്ടെന്ന് ചോദിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അവരെ വിളിക്കാൻ. നോക്കിയപ്പോൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെങ്ങളാണ്. അഥവാ ഹലീമ റളിയല്ലാഹു അൻഹയുടെ മകള് ശൈമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ നേതാവായി ആദരിക്കപ്പെടുന്ന കാലം,
ഗ്രാമീണയായ ഷൈമാ കുടുംബജീവിതം നയിക്കുകയാണ്. അവരുടെ ഗ്രാമത്തിലാണ്. പക്ഷേ ഹവാസിൻ യുദ്ധകാലത്ത് ബന്ദികളുടെ കൂട്ടത്തിൽ വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്രമഹാ വഹദാ ഹദിയ, നല്ലതുപോലെ ആദരിച്ചു. ഒരുപാട് സമ്മാനങ്ങൾ കൊടുത്തിട്ട് ചോദിച്ചു, എന്റെ കൂടെ താമസിക്കുന്നോ അതല്ല പോകാനാണോ തീരുമാനം? ഞാൻ കുടുംബത്തേക്ക് പോവാണ്. മോനെ, ആരാണ് ഈ ഷൈമാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താരാട്ടുപാടിയ പെങ്ങളാണ്. ആ താരാട്ടുപാട്ട് ഇന്നും ചരിത്രത്തിലുണ്ട്. ആ താരാട്ടുപാട്ട് ഇന്നും ഗ്രന്ഥങ്ങളിലുണ്ട്. മഹദിയായ ഷൈമാ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലീഡറായിട്ടും നേതാവായിട്ട് ഒരുപാട് അനുയായികളോടൊപ്പം നിൽക്കുമ്പോഴും ബീവി ഷൈമായിനെ മറന്നില്ല. മഹദിയ ആദരപൂർവ്വം സ്വീകരിക്കുകയാണ്. അപ്പോൾ ഉമ്മയായ സ്ത്രീയെ എങ്ങനെ ആദരിച്ചു എന്ന്, പെങ്ങളായ സ്ത്രീയെ എങ്ങനെ ആദരിച്ചു എന്ന്, ഭാര്യയായ സ്ത്രീയെ എങ്ങനെ ആദരിച്ചു എന്ന്, മകളായ സ്ത്രീയെ എങ്ങനെ ആദരിച്ചു എന്ന്, ഒരു സ്ത്രീയുടെ ഓരോ ഘട്ടത്തെയും എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, ആദരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു തന്ന നേതാവാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്ത്രീകൾ ഈ 4 റോളിലല്ലേ വരുന്നത്. വേറെ ലോകത്ത് ഏത് നേതാവിനെയാണ് ഇതുപോലെ 4 റോളിലുള്ള സ്ത്രീകളും നല്ല അഭിപ്രായം പറയാനുള്ള ഒരു ലീഡർ ആരാണ്? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ലോക ചരിത്രത്തിൽ ആരുണ്ട് ഇതുപോലെ ഏത് റോളിലുമുള്ള സ്ത്രീകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരു കംപ്ലൈന്റുമില്ല. അക്കാലത്ത് ജീവിച്ച ഒരു സ്വഹാബി വനിതയ്ക്കും പരാതിയില്ല. ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഒരാൾക്കും പരാതിയില്ല. ഇസ്ലാമിനെ ഉൾക്കൊണ്ട ഒരാൾക്കും പരാതിയില്ല. പിന്നെ നമ്മുടെ സമുദായത്തിന്റെ ഉള്ളിലേക്ക് ആധുനികതയും സ്വതന്ത്രവാദവും കടന്നു വന്നപ്പോൾ, ലിബറലിസവും എത്തീസവും നിയോ ലിബറലിസവും അൾട്രാ ലിബറലിസവും കടന്നു വന്നപ്പോൾ നമ്മുടെ ആളുകൾ മതം പഠിക്കാതെ പോവുകയാണ്. എന്റെ ഉമ്മപെങ്ങന്മാരോട് ഞാൻ വളരെ വിനയത്തിന്റെ ഭാഷയിൽ പറയുകയാണ്, ഏറ്റവും സെക്യൂരിറ്റി നൽകുന്ന മതം ഇസ്ലാമാണ് മോളെ, പെങ്ങളെ. ലോകത്ത് ഇതുപോലെ സെക്യൂരിറ്റി നൽകിയ മതം വേറെയില്ല. ലോകത്ത് ഏറ്റവും സ്ത്രീ സുരക്ഷയുള്ള പട്ടണം ഏതാണ്? ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷയുള്ള പട്ടണം ഏതാണ്? ഈ കഴിഞ്ഞയിടയിലും നിങ്ങൾ മീഡിയകളിലൂടെ കണ്ടിട്ടുണ്ടാകും. ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീ സുരക്ഷയുള്ള പട്ടണം മദീനയാണ്, വേറെ ഒന്നുമല്ല. 1400 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലഹരി പൂർണ്ണമായും നിരോധിച്ച രാജ്യത്ത് ഈ 1400 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും ലഹരി പദാർത്ഥങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ആവശ്യം പറഞ്ഞിട്ടില്ല. ലഹരിയുടെ നാടായി മാറിയിട്ടില്ല. ഇതുപോലെ ലഹരി മുക്തിയുള്ള സമൂഹത്തെ ഉണ്ടാക്കിയ നേതാവ് വേറെ ആരാണ്? ഇവിടെ ലഹരി വിമുക്തമാക്കണം എന്ന് പറഞ്ഞ സമരങ്ങൾ നടക്കും. പ്രായോഗികമായ സമരങ്ങൾ എവിടെ? ഏതു ഗവൺമെന്റിനാണ് 100% ലഹരി മുക്തമായ രാജ്യമുണ്ടാക്കാൻ കഴിയുന്നത്? ഒരു ആധുനിക ഗവൺമെന്റിന് സാധിക്കണില്ല. ഇസ്ലാമിന്റെ പേരിലുള്ള ഭരണാധികാരികളുള്ള രാജ്യത്ത് പോലും ഇന്ന് 100% ലഹരി മുക്തമാക്കാൻ കഴിയുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലം മുമ്പ്
ലഹരിയെ പൂർണ്ണമായും മാറ്റി നിർത്തി. അവിടെ ഇന്നും ലഹരി മുക്ത രാജ്യമാണ്. ആ നാടും മൂല്യവും അറിയുന്ന ഒരാളും ഞങ്ങളുടെ നാട്ടിൽ ലഹരി വേണമെന്ന് പറയൂല. ആ ദർശനത്തെ ഉൾക്കൊള്ളുന്ന ഒരാളും ലഹരി ഉപയോഗിക്കില്ല. ഇന്ന് ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ ലഹരി ഇരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് വിലക്കിയത് കൊണ്ടാണ്. ഇതുപോലെ നീണ്ടു നിൽക്കുന്ന ഒരു പരിവർത്തനം വേറെ ആരുണ്ടാക്കി? ഇടയിലൂടെ ഞാൻ ആ വിഷയം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ സ്ത്രീകളെ ഏറ്റവും ആദരിക്കുന്ന വ്യവസ്ഥിതി ഏതാണ് അറിയുമോ? ചില മഹാന്മാര് പറഞ്ഞു, എന്റെ ഉമ്മ എന്റെ ജീവിതകാലത്ത് മരണപ്പെടുന്നതും എനിക്ക് പേടിയാണ്, ഉമ്മാന്റെ കാലത്ത് ഞാൻ മരിക്കുന്നതും എനിക്ക് പേടിയാണ്. ഉമ്മാന്റെ കാലത്ത് ഞാൻ മരണപ്പെടുക അതെനിക്ക് താങ്ങാൻ കഴിയൂല. കാരണം നാളെ ഉമ്മാക്ക് ആരാണ് സേവനം ചെയ്യുക? ഉമ്മ എന്റെ കാലത്ത് മരിച്ചു പോവുക അതെനിക്ക് താങ്ങാൻ കഴിയൂല. ഉമ്മാന്റെ ഒപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തളികയിൽ നിന്ന് എനിക്ക് ഭക്ഷണം എടുക്കാൻ പേടിയാണ്. മഹാനായ ഒരു ആത്മീയ ഗുരു പറയാണ്, ഉമ്മാന്റെ ഒപ്പം ഒരേ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഉമ്മ എടുക്കാൻ ഉദ്ദേശിച്ച ഭക്ഷണം അതിനു മുമ്പ് ഞാൻ എടുത്തു പോയാലോ എന്ന പേടിയാണ്. ഇത്രമേൽ ഉമ്മാനെ ആദരിക്കുന്ന, സ്ത്രീകളെ ബഹുമാനിച്ച ഒരു വ്യവസ്ഥിതി എവിടെയുണ്ട്? ഇന്ന് അറബ് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉമ്മാന്റെ അടുത്ത് പോകുമ്പോൾ മൊബൈല് കയ്യിൽ വെക്കാറില്ല. കാരണം ഉമ്മയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് കോള് വന്നാൽ ഉമ്മാന്റെ സംസാരം മുറിഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ മൊബൈലായിട്ട് ഉമ്മാന്റെ അടുത്ത് പോകാറില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഉമ്മാന്റെ കാല് ഞാൻ മടിയിലേക്ക് എടുത്തു വെച്ച് തലോടും. ആ തലോടുന്ന നേരത്ത് ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ നിന്നൊരു മണൽത്തരി നീക്കിക്കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. അതുപോലെ ഒരു ആനന്ദം ഈ ലോകത്ത് നിന്ന് ഞാൻ അനുഭവിക്കുന്നില്ല. അറിയോ, ഇത്രമേൽ സ്ത്രീകളെ ആദരിക്കുന്ന ഒരു വ്യവസ്ഥിതി വേറെയുണ്ട്. എവിടെയുണ്ട്? വേറെ എവിടെയുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 റോളും കാണിച്ചു തന്നു. ഉമ്മയായ സ്ത്രീയെ എങ്ങനെ ബഹുമാനിക്കണം, ഭാര്യയായ സ്ത്രീയെ എങ്ങനെ പരിഗണിക്കണം, അവളുടെ അഭിപ്രായം അറിയണം, അവളെ പരിഗണിക്കണം, അല്ലാതെ അവളുടെ അവകാശങ്ങൾ നിഷേധിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ ദർശനമാണ്. ഒരു മകളെ ഏതെല്ലാം രൂപത്തിൽ പരിചരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നു.